റബി, ഇപ്പോൾ വുമൻസ് ഡേ കഴിഞ്ഞല്ലോ. ഇപ്പോൾ വുമൻസ് ഡേനെ പറ്റിയിട്ട് റബി എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ നോക്കി കാണുന്നത് ഒരു സ്ത്രീകളെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ദിവസമാണ് ശരിക്കും വുമൻസ് ഡേ. അപ്പൊ അതിലെല്ലാവരും ചെയ്യാൻ വെച്ചാൽ പുരുഷന്മാരുടെ കുറ്റം പറയാന്നുള്ളതിലേക്കായിരിക്കും കൂടുതൽ ഫോക്കസ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകളെ കുറ്റം പറഞ്ഞ് തുടങ്ങണം എന്നുള്ളതാണ്. എന്താണ് ജ്യോതിന്റെ ഒരു അനുഭവം? ഇപ്പൊ റബിക്ക് അറിയാലോ, നമ്മൾ ഇവിടെ ഒരു കഴിഞ്ഞ വർഷം തോന്നുന്നുണ്ട്, ആ ഒരു 1 year ആയി, ആ ഒരു കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടി. ഇപ്പം നമ്മൾ ഒരു ചായ കുടിക്കാൻ പോകുമ്പോ അടക്കം തട്ടം ഫുള്ള് മറിച്ചിട്ടാണ് ആ കുട്ടി പോന്നിട്ടുണ്ടായിരുന്നത്. കാണുമോ എന്നുള്ളൊരു പേടി കാരണം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്തിനാ ഇത്ര പേടിക്കണ, എന്തിനാ? അപ്പോൾ ഹസ്ബൻഡിന് പേടിയാണോ? ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, ഒന്നും കൂടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു ആദ്യം. അപ്പോൾ ഹസ്ബൻഡിന് പേടിയാണോ, ഇപ്പോൾ ആരാണ് എന്താ പേടിക്കണം ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഹസ്ബൻഡിന് കുഴപ്പമില്ല, പക്ഷെ ഹസ്ബൻഡിന്റെ ഫാദറിന് പഠിക്കാൻ വരുന്നത് ഇഷ്ടമല്ല. ഒരുപാട് ഇപ്പൊ കോഡിങ് കാര്യങ്ങളൊക്കെ പൈത്തൺ ഒക്കെ പഠിച്ച് കഴിഞ്ഞ കുട്ടിയാണ്. ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരു 3 months വന്നത്. അങ്ങനെ ആ കുട്ടീന്റെ ഹസ്ബൻഡിന്റെ ഫാദറിന് പറ്റണില്ല, അതായത് പുറത്തിറങ്ങി പഠിക്കാൻ ഇഷ്ടമില്ല, വീട്ടിലിരുന്ന് പഠിക്കുക, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക, അങ്ങനെ ഒരു സിസ്റ്റമാണ് അവരുടെ. ഇപ്പൊ ഒരുപാട് ജനറേഷൻ കഴിഞ്ഞിട്ടായാലും ഇപ്പൊ നമ്മുടെ ഈ ജനറേഷനിലുള്ള ആൾക്കാർ പേടിച്ചിട്ടാണ് ഇപ്പോഴും അതൊക്കെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോയത്. ഡ്രോപ്പ് ചെയ്ത് പോയി, 1 മാസം കൊണ്ട് പോയി. അത് എവിടെ എത്തിയിട്ടില്ല കോഴ്സ്. ഇപ്പോഴും ആ കുട്ടി ഹസ്ബൻഡിന്റെ കൂടെ പുറത്താണ്, വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അത് ഡ്രീം ഉണ്ട്, അത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ അത് പെർഫോം ചെയ്യാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, നമുക്ക് അവിടെ ഒക്കെ പെർഫോം ചെയ്യാം നല്ല അടിപൊളിയായിട്ട് തന്നെ. ഓരോരുത്തർക്കും ഓരോരോ കഴിവാണ്, അതെല്ലാം. അപ്പോൾ ഒരുപാട് പേര്, ഞാൻ തന്നെ അറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അന്നൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അത് ആ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ആണുങ്ങൾ എപ്പോഴും ആണുങ്ങളെ പറ്റി വെച്ചിട്ടാണ് നോക്കുക. അപ്പൊ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലത്തെ പണി, കുട്ടികളെ പണി, അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ പറ്റുമോ? പക്ഷെ ഞാനിപ്പോ ഒരു പുരുഷനാണ്, പക്ഷെ സ്ത്രീകളെ പറ്റി പറഞ്ഞിട്ടുള്ള അവർക്ക് നല്ല കപ്പാസിറ്റി കൂടുതലാണ്, എല്ലാ കാര്യങ്ങളും ഒരേപോലെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണെന്നാണ് പറയാറ്. അപ്പോ ജ്യോതി പറഞ്ഞപ്പോ തന്നെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിലത്തെ ജ്യോതി ആണെങ്കിലും ആമിന്റെ കാര്യങ്ങളും ഓളെ സ്കൂള് കൊണ്ടാക്കി ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്രയും സ്റ്റാഫുകളെ മൊത്തം മാനേജ് ചെയ്യുന്നുണ്ട്, ക്ലയൻസിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് പോലും നമുക്കൊരു മിസ്സിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പൊ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന്, ഇപ്പോ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നും വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഒരു കപ്പാസിറ്റി ശരിക്ക് പെണ്ണുങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നെ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് കാരണമാണ് എനിക്കിത് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അപ്പൊ ആ കുട്ടിയൊക്കെ അവളെ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാട്ടോ, നമ്മുടെ മുന്നിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിന്നത് അതുകൊണ്ടാണ് മാത്രം. അതായത് പേടിച്ചോണ്ടാണ് ഇരുന്നത്, അതായത് ഫുഡ് കഴിക്കുമ്പോൾ പേടി, എന്തെങ്കിലും സംസാരിക്കാൻ പേടി, അതൊക്കെ ഉള്ളിൽ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ എനിക്കത് സത്യം പറഞ്ഞാല് അത് ആലോചിക്കേണ്ടില്ല. അതായത് ഇപ്പൊ രാത്രി ഇപ്പൊ 7:30 നമ്മൾ ഫംഗ്ഷൻ എന്തുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങിപ്പോ, ആ സമയത്ത് ഇറങ്ങിപ്പോവാ, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സപ്പോർട്ട് എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ റബി നേരത്തെ പറഞ്ഞല്ലോ, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെയും കുറ്റപ്പെടുത്തണം എന്നുള്ളത്. അതിന്റെ റീസണും കൂടി ഒന്ന്. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ കഴിഞ്ഞൊരു 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആളുകളെ ചിന്താഗതിയിലൊക്കെ. ഇപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ആളുകൾ സംസാരിക്കുന്നുണ്ട്, യുവാക്കളൊക്കെ. ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ പുരുഷന്മാര് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ട് നിലപാടുകൾ മാറ്റിയിട്ടുണ്ട്. സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലും നിലപാടിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, നല്ല ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ സ്ത്രീ ശാക്തീകരണം മൂലം തന്നെ ഉണ്ടായ എഫക്റ്റ് ആണ്. ഇപ്പൊ ഏത് കാര്യങ്ങളും വുമൻസ് ഡേക്കും അല്ലാതെയൊക്കെ കുറെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇറങ്ങുന്നോണ്ട്, പല സിനിമയിൽ കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും പറയുന്നോണ്ട് ആളുകൾക്ക് മാറ്റം വരുന്നതിൽ പുരുഷന്മാരിൽ നല്ലൊരു മാറ്റം ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ആൾക്കാര് നിലപാടുകൾ മാറി. ഇന്നും ഈ ഒരു മാറ്റങ്ങളൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന അവരെ മാറ്റി നിർത്തല്ല, ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോ സ്ത്രീധന കൊലപാതകങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ, ആ കേസസിലൊക്കെ ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ മാറ്റം നോക്കുമ്പോൾ അത് ആദ്യമുള്ള അവസ്ഥയാണല്ലോ. പക്ഷെ മാറ്റം എടുക്കുന്ന സമയത്ത് പുരുഷന്മാരുടെ ഭാഗത്ത് നല്ല മാറ്റം ഉണ്ടാവുകയും എന്നാൽ സ്ത്രീകൾ പലപ്പോഴും അതിനനുസരിച്ചുള്ള ഒരു മാറ്റം വരാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതെ, ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ വീട്ടില് ഇപ്പൊ ജ്യോതിന്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടാവും എന്ന് കരുതുന്നു. ഇപ്പൊ എന്റെ അനുഭവത്തിലുണ്ട്. ഇപ്പൊ ഭർത്താക്കന്മാര് നല്ല സപ്പോർട്ടീവാണ്. എനിക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാച്ചി കണ്ടെത്തിക്കോ, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പഠിച്ചോ, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ അതിന്റെ ഇപ്പൊ ആവശ്യമുണ്ട്. ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആ കംഫർട്ട് സോണിൽ ഇരിക്കണ കുറെ പേരുണ്ടല്ലോ. എന്നാല്
എന്ത് ചെയ്യുന്നുണ്ട്, അത് കിട്ടാത്തതുകൊണ്ട് സ്റ്റക്ക് ആവുന്നുണ്ട്. അപ്പൊ ഇത്രയും സാഹചര്യങ്ങൾ, ഈ മാറ്റം എന്താണ്, പുരുഷന്മാർ മാറിയതുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. പണ്ടത്തിനെക്കാട്ടിയും സ്ത്രീകൾക്ക് അവസരങ്ങൾ കൊടുക്കാൻ പുരുഷന്മാർ തയ്യാറാവുന്നതുകൊണ്ടാണ് ഇത്തരം അനുഭവങ്ങളുണ്ട്. ഇപ്പൊ എന്റെ പേഴ്സണൽ ലൈഫിലൊക്കെ അങ്ങനെ നമ്മളെ ചുറ്റുവട്ടത്ത് നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. അവസരങ്ങൾ ഉണ്ടായിട്ടും എന്ത് ചെയ്യൂല, ആ ഒരു പിന്നെ ഒന്നും നോക്കൂല, പഠനം അവിടെ ചെറിയൊരു മടി അവിടെ വന്നോണ്ടായി. പക്ഷെ അവര് അപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോ ഫീൽ ചെയ്യാത്ത ആൾക്കാരായിരിക്കും ആ ഒരു മടി വന്നത്. ഇപ്പൊ ഒരു ബുദ്ധിമുട്ട് ചെറുതനെ വന്ന് തുടങ്ങുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. ചിലപ്പോ അത് അവർക്ക് പിന്നെ തോന്നും ഏജ് ഓവറായോ, ഇനിയിപ്പൊ ഞാൻ കേറിയ ഇന്നെടുക്കും, അങ്ങനത്തെ ചിന്തകളും വരുന്നുണ്ട്. ഒരിക്കലും ഇല്ല, നമുക്ക് നമ്മളെ കഴിവ്, ഏജ് അവിടെ ഒരു പ്രശ്നം വരൂല. എപ്പോഴും അത് പെർഫോം ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം എപ്പോഴും അവിടെ ഉണ്ടാവും. നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ വുമൻസ് ഡേ ഒക്കെ ശരിക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് അതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പൊ പുരുഷന്മാരെ വിഷയം ചർച്ച ചെയ്യേണ്ട എന്നുള്ളതല്ല, പക്ഷെ അവസരങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ടാപ്പ് ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോ എന്താ പറയാ, ഈ ശാക്തീകരണം മൂലം മാറാത്തത് ശരിക്കും പലപ്പോഴും സ്ത്രീകളാണോ എന്ന് തോന്നിയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകളാണ് അത് കുറ്റം പറയേണ്ടത്. ഒരിക്കലും സ്ത്രീകളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുള്ള അർത്ഥത്തിലല്ല.